തെരഞ്ഞെടുപ്പ് ഫണ്ട് താങ്കൾ ആരോപിക്കുന്നു, പിന്നെ രണ്ടാമത്തെ ഫണ്ടുണ്ട്, കെട്ടിട നിർമ്മാണം, ഇതിൽ പയ്യന്നൂർ MLA-യുടെ പങ്കെന്താ? ശരി, കെട്ടിട നിർമ്മാണ കമ്മിറ്റിയുടെ സെക്രട്ടറി TI മധുസൂദനാണ്. കൃത്യമായി വരവ് ചെലവ് കണക്ക് തയ്യാറാക്കി അവതരിപ്പിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനാണ്. ആ കണക്കിലാണ്, ഞാൻ നിങ്ങളോട് അങ്ങനെ പറയാൻ കഴിയില്ല വെച്ചിട്ടാണ് ഒരു കണക്ക് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. പയ്യന്നൂരിലെ സഹകരണ ജീവനക്കാർ ഒരു മാസത്തെ വേതനമാണ് ആപ്പീസിന് വേണ്ടി സംഭാവന ചെയ്തത്. ഏരിയ കമ്മിറ്റി ആപ്പീസിന് വേണ്ടി സംഭാവന ചെയ്ത് ഒരു മാസത്തെ വേതന. അതിലൊരു നയാ പൈസ വരവിലില്ല. 70 ലക്ഷം റുപ്യ വരും. 70 ലക്ഷം റുപ്യ ഈ സഹകരണ ജീവനക്കാരിൽ നിന്ന് ലഭിച്ച ഫണ്ട് മാത്രം വരും. വരവ് ചെലവാണൊക്കെ അവതരിപ്പിച്ചപ്പോൾ ഒരു നയാ പൈസ അങ്ങനെ ഒരു വരവില്ല. ആ 70 ലക്ഷം വരവില്ലാത്തിടത്താണ് 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റി കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നത്. ഈ 70 ലക്ഷം വരവ് ഉൾപ്പെടുത്തിയാൽ ഈ 35 ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റേണ്ട കാര്യമില്ല. 35 ലക്ഷം ബാക്കിയുണ്ടാവും. അപ്പോൾ അത് ആ കെട്ടിട നിർമ്മാണ കമ്മിറ്റി സെക്രട്ടറി TI മധുസൂദനാണ്. ധനരാജിൻ്റെ വിഷയത്തിൽ അന്നത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി TI മധുസൂദനാണ്. അതിനുശേഷം 2017 ഡിസംബറിന് ശേഷം KP മധു ഏരിയ സെക്രട്ടറി വന്നു. അയാൾക്കും ഇതിൽ പങ്കുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, വരവിൽ കുറവ് കാണിച്ചു. 2, ചെലവിൽ കൂടുതൽ വർദ്ധിപ്പിച്ച് കാണിച്ചു. അറിയില്ല അത് അവർ പറയേണ്ട കാര്യമാണ്. അത് അവർ പറയേണ്ട കാര്യമാണ്. അതിന് ചുമതലപ്പെട്ട ആളുകൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു ബോധ്യപ്പെടുത്തൽ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഇതിൽ പറയുന്നത് ഒരു ഭൂമാഫിയയാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതെന്നും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. പിന്നെ ചങ്ങാത്ത മുതലാളിത്തം എന്നുള്ളൊരു രീതിയാണ് ഉള്ളതെന്നും അങ്ങ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റുകാരൻ പയ്യന്നൂരിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫണ്ട് കൊടുത്തയാൾ ഇന്നയാളാണ് എന്നോട് ഫണ്ട് വാങ്ങിയത് എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉയർന്നു വന്ന ഒരു കാര്യം, സ്വദേശത്ത് നിന്നും വിദേശത്ത് നിന്നും അയാൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം ഫണ്ട് പിരിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അച്ചടിച്ച റെസീറ്റ് മുഴുവൻ ഓഡിറ്റിന് ഹാജരാക്കണം. ഇന്നേ വരെ ആ റെസീറ്റ് ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല പൂർണ്ണമായി. ജില്ലാ കമ്മിറ്റിക്കൊട്ട് ഇടപെട്ട് ആ ഫണ്ട് റെസീറ്റ് വാങ്ങിയെടുക്കാനും സാധിച്ചിട്ടില്ല. നമ്മൾ അച്ചടിച്ച റെസീറ്റ് പൂർണ്ണമായും തിരിച്ചു വരാതെയാണ് ഒരു നയാ പൈസ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരാളും എടുത്തിട്ടില്ല എന്ന് ജില്ലാ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. ഈ റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുക? അല്ല, ടി വി രാജേഷിൻ്റെ കമ്മീഷൻ, ടി വി രാജേഷും ഗോപിനാഥും. ഇപ്പോൾ ഇതിലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അങ്ങ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി 8 മാസത്തോളം സമയം അങ്ങ് പാർട്ടിക്ക് പുറത്തിരുന്നു. അതായത് പാർട്ടിയിലെ ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതെ പാർട്ടിക്ക് പുറത്തിരുന്നു. സത്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു അസ്വസ്ഥത അങ്ങേക്കുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആ സമയത്ത് അങ്ങേ വന്ന് സന്ദർശിക്കുക? ഒരാളും സന്ദർശിച്ചിട്ടില്ല. സന്ദർശിച്ചാലോട്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാനും സന്നദ്ധല്ല. ഇപ്പോഴും അത് തന്നെ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ സന്നദ്ധനല്ല. അതുകൊണ്ട് അഡ്വാൻസായി തന്നെ ഒരാളും സമീപിക്കേണ്ട എന്നതുകൂടിയാണ്. അല്ല, പി ജയരാജൻ എന്നെ കാണാൻ ശ്രമിച്ചിരുന്നു. പയ്യന്നൂർ വന്നപ്പോൾ എങ്ങനെയോ മാധ്യമങ്ങൾ അത് ചോർത്തി ഒരു മാധ്യമപ്പടയായിരുന്നു വന്നവിടെ. പയ്യന്നൂർ ഖാദി ഓഫീസിലാണ് അയാൾ വന്നത്. ഞാനവിടെ ചെന്നു. അപ്പോൾ മാധ്യമപ്പട ഉണ്ടായപ്പോൾ അതിനിടയിൽ ഒരു സംസാരം നടത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഒരു സംസാരം ഒന്നും നടത്തിയില്ല. ഞാനാണെന്ന് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ഓട്ടോറിക്ഷ കയറി വരികയായിരുന്നു ചെയ്തത്.
പാർട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പുസ്തകം തന്നെ ഇറക്കുന്നതിൽ തുറന്നു പറച്ചില്ല സ്വാഭാവികമായിട്ട് നടപടി ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതെ, നടപടി വന്നാൽ നടപടി വന്നാലെന്നില്ല. മാറി നിൽക്കും, മറ്റൊന്നും പാർട്ടിക്ക് ഇല്ല പുറത്തു നിന്നുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാവരും പാർട്ടി മെമ്പർമാരൊന്നും അല്ലല്ലോ. ഈ പാർട്ടിക്കകത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ, ഈ പാർട്ടിയെ അംഗീകരിക്കുന്ന, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടല്ലോ. മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവരെല്ലാം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങ് നേരത്തെ ഒരു ആശങ്ക പങ്കുവച്ചു, ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന്. ഞാൻ ആശങ്ക പങ്കുവെച്ചതല്ല, ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് എന്നാണ്. ഞാൻ ആശങ്ക പങ്കുവെച്ചതല്ല. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നെ സ്നേഹിക്കുന്ന ചില ആളുകൾ പിന്നെ ഒരു സ്നേഹോപദേശം നൽകിയത്. അങ്ങനെ വരാം എന്നത് മാത്രം. ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ തള്ളിക്കളയും. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആക്രമണം വരിക? അല്ല, അത് ചിലർ പറയുന്നു എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത്രകാലം പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിച്ച താങ്കൾക്ക് അത് എന്റെ അഭിപ്രായം ആവണമെന്നില്ലല്ലോ. എങ്ങനെ ഇവിടെ ഈ മേഖലയിൽ അത് സാധ്യതയുണ്ടോ, അതിനുള്ള സാധ്യതയുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അവരവരുടെ മാനസികാവസ്ഥക്കനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തും. വ്യത്യസ്തമായ വിലയിരുത്തലുകളുണ്ടാകും. ഞാൻ പറഞ്ഞതിനെ പൂർണ്ണമായും എതിർക്കുന്ന, പൂർണ്ണമായും തള്ളിപ്പറയുന്ന ആളുകൾ. ഇതിന്ന് സൈബർ യുഗത്തിലാണല്ലോ. സൈബർ പോരാളികളാണെങ്കിൽ കൂടി വരികയാണ്. അത് സൈബർ പോരാളികൾക്ക് തെറ്റും ശരി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരാളെയും എൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമവും ഇന്നേ വരെ നടത്തിയിട്ടില്ല. കാരണം ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. കാരണം ആളുകളെ കൂടെ കൂട്ടിയാലല്ലേ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഗൃഹസന്ദർശനം അടക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഗൃഹസന്ദർശനം അടക്കം CPI നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതെ, ഇവിടെ വീട്ടിൽ അങ്ങനെ ആൾക്കാർ വന്നിരുന്നു. അന്നേരം നിങ്ങൾ ഈ വിഷയങ്ങൾ അവരുടെ അല്ല, ഞാൻ ഈടെ വരുന്ന ആളുകളോട് പറയേണ്ട കാര്യമില്ല. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറായി ഞാൻ ഈടെ വരുന്ന സാധാരണ പ്രവർത്തകരോട് പറഞ്ഞതുകൊണ്ടെന്ന് പ്രയോജനം എനിക്കറിയില്ല. അതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. സെക്രട്ടറി ആയ സമയം മുതലാണ് ഇങ്ങനൊരു തിരുത്തൽ ശക്തിയായി മാറാൻ തുടങ്ങിയതും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തിയതും. ആ ഘട്ടത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങയെ വിളിച്ച് ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏരിയ സെക്രട്ടറിയായി വന്ന കാലം മുതലല്ല, ഞാൻ ഈ പാർട്ടിക്കകത്ത് വന്ന കാലം മുതൽ ഞാൻ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം എന്നെ പാർട്ടി പഠിപ്പിച്ചത്, ഈ പാർട്ടിയുടെ ജീവവായു എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നതാണ് ഞാൻ പഠിപ്പിച്ചത്, പാർട്ടി എന്നെ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്ന എല്ലാ കാലത്തും ഈ പാർട്ടിക്ക് ആവശ്യമാണ്. ഞാനത് ഈ പാർട്ടിയിൽ വന്ന കാലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആരുമില്ല, ആരും ശ്രമിച്ചിട്ടില്ല. പരാതി നൽകിയതല്ല. കാരണം ഈ 3 കണക്കും പരിശോധിച്ച ആൾ എന്നുള്ള രീതിയിൽ അതിന്റെ റിപ്പോർട്ട് മേൽക്കമ്മിറ്റിക്ക് സമർപ്പിക്കുകയാണ്. ഇത് പരാതിയില്ല.